സ്വാഗതം. നമ്മൾ ഇന്നിവിടെ വഴുതനങ്ങ വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോയാലോ? പോവാം. നമ്മളിവിടെ ഇന്ന് ഇതുപോലെ നീളത്തിലുള്ള വഴുതനങ്ങ 3 എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. വഴുതനങ്ങയൊക്കെ നന്നായി കഴുകി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചു. ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് വഴുതനങ്ങ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. നന്നായി ഫ്രൈ ആകൊന്നും വേണ്ട, ഒരുവിധം വാടി ഒന്ന് മൂത്ത് വന്നാൽ മതി. എല്ലാം ഒന്നായിട്ടുണ്ട്, നമുക്കിതിനെ കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് അതുപോലെ തന്നെ വറുത്ത് കോരാം. പെട്ടെന്ന് നമുക്കിതിങ്ങനെ വറുത്തെടുക്കാൻ പറ്റുന്നുണ്ട്. കുറേശ്ശെ എണ്ണ ഒഴിക്കുമ്പോൾ 2-3 ട്രിപ്പ് വറുക്കണമെന്നേ ഉള്ളൂ, പക്ഷെ എണ്ണ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പം നമ്മളിതുപോലെ 2-3 ട്രിപ്പ് വറുത്ത് എല്ലാം കോരിയെടുത്തു. ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വഴുതനങ്ങ വറുത്ത എണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അത് നമ്മൾ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഉള്ളി വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ വഴുതനങ്ങ വറുത്തപ്പോൾ ഉപ്പിട്ടത് കാരണം കുറച്ചിട്ടാൽ മതി. ഉള്ളി നന്നായി വഴണ്ടു വന്നു. ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള തന്നെ ഒരു തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉള്ളിയും തക്കാളിയും കൂടി വെന്ത് യോജിച്ച് ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ വഴുതനങ്ങയിൽ ഇട്ട് വറുത്തപ്പോൾ ഇട്ടായിരുന്നു, ഇതുകൊണ്ട് നുള്ളിട്ടാൽ മതി. 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് കുരുമുളക് പൊടി, 1 നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. പൊടീൻ്റെ പച്ചമണമൊക്കെ മാറി ഇനി നമുക്കിതിലേക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നന്നായി തിളച്ച് വന്നു. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കണം വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങയൊക്കെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കാം. ഇനി ഒന്ന് തിള വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വറവിട്ടത് ഒഴിച്ചു കൊടുക്കാം. ഉള്ളി, മുളക്, കറിവേപ്പില എല്ലാം കൂടി മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചിക്കറി വരെ മാറിയിരിക്കും. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ സൂപ്പർ ഐറ്റമാണ്. കിട്ടു തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.